ഹെൻറി ദേ ഇപ്പോ അടിപൊളിയായിട്ട് ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ വിരഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രാക്ക് മാറി. ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ ഇന്ന് പി ഭാസ്കര മാഷ് എഴുതി MS ബാബുരാജ് സാറ് സംഗീതം ചെയ്ത് പി ലീലാമ്മ പാടിയ എന്നിട്ടും വന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു എന്ന പാട്ടാണ് അല്ലേ? അപ്പോൾ നല്ല ഇമോഷണലി കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഹെൻറിയുടെ പാട്ടിന്റെ പ്രാക്ടീസ് പോലെ നല്ല രീതിയിൽ ഇവിടെ പാടി ഗംഭീരാക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പാട്ട് കഴിഞ്ഞിട്ടാവാം. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, നന്നായിട്ട് പാടേട്ടോ. ഓക്കെ. ഹെൻറി, നമ്മളൊരു പാട്ടൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് സ്റ്റേജിൽ അത് അവതരിപ്പിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ട്. അതിലൊന്നാണ് ഈ മൈക്കിൻ്റെ പൊസിഷൻ അല്ലേ, ഹൈലേക്കൊക്കെ പോകുമ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നാണ് കണ്ടിട്ട് മനസ്സിലാക്കിയത്. ഇനി കേട്ടിട്ട് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം. അൻവർക്ക, ഹെൻറിയുടെ ഈ പെർഫോമൻസ് വിരഹം റൗണ്ടിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു അറ്റംപ്റ്റ് നടത്തി നിൽക്കുകയാണ്. ഹെൻറിയ ഉഗ്രനായിട്ട് പാടി, കലക്കനായിട്ട് പാടി. ഹെൻറിയ പാടിയതിലേ രണ്ട് നല്ല ഹൈ റേഞ്ചിൽ പാടിയ ഭാഗങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ആലോചിക്കണമെന്ന് അറിയാമോ, അത് ഇതിനേക്കാളും താഴ്ന്ന ഇതിൽ പാടുന്ന പല സമയത്തും സ്ക്രാച്ച് ഫീൽ ചെയ്യാറുണ്ട്, എവിടെയെങ്കിലൊക്കെ ചെറിയ സ്ക്രാച്ച്. പക്ഷേ ഹെൻറിയ ഹൈ പാടിയ സ്ഥലങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല.
എനിക്ക് ഒരു സ്ക്രാച്ച് ഫീൽ ചെയ്തില്ല. അത് അപ്പോൾ ആ നിലക്ക് ഹൈ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പലപ്പോഴും ഈ സ്ക്രാച്ച് വരുന്നത് സിങ്ങിൻ്റെ നമ്മുടെ രീതി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ഹൈ പാടുന്ന ഭാഗത്ത് സ്ക്രാച്ച് കേട്ടില്ല മക്കളെ. എനിക്ക് അതൊരു വലിയ സന്തോഷമുണ്ട്. ഈ പ്രണയത്തിനായി എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ ഓരോ കളിയിലും ഈ രണ്ട് ഭാഗമാണ് അനുപല്ലവിലും ചരണത്തിൽ നല്ല ഹൈ വരുന്ന ഭാഗം. അത് അവിടെ ഒന്നും പ്രശ്നം ഉണ്ടായില്ല, നന്നായിരുന്നു. അത് വളരെ മനോഹരമായിരുന്നു. ഇത് പിന്നെ ഭാസ്കര മാഷ്, ബാബുരാജ് സാറ്, പിന്നെ പീലീല പാടിയത് കണ്ടപ്പച്ചൊരു കോട്ട എന്നുള്ള സിനിമയില്ല. നല്ല ഒരു ആ കാലഘട്ടത്തിൻ്റെ പാട്ടായിരുന്നു, സുന്ദരൻ പാട്ടാണ്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് മക്കൾ പാടി. അപ്പോൾ ആ നിലക്ക് കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ മക്കളെ. ഹൈ പാടിയപ്പോൾ എനിക്ക് ഒരു പ്രശ്നം തോന്നാത്തത് കൊണ്ട് അതൊരു നല്ലൊരു ലക്ഷണമാണ് ഞാൻ കരുതുന്നു, കാണുന്നു, എൻ്റെയെ സംബന്ധിച്ച് കേട്ടോ. നന്നായി മാണി. താങ്ക് യു സോ മച്ച് അൻവർ ഖാൻ. ശബ്നം വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. ആൻഡ് ഒരു ഡിഫോൾട്ട് മോളുടെ ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഭാവത്തിന് മാച്ച് ചെയ്യുന്ന പാട്ടായത് കൊണ്ടാണ് അല്ലേ ആ ഒരു ഫീല് നന്നായിട്ട്. സോങ്ങിൽ അങ്ങനെ സോങ്ങില് കേക്ക് സംഭവമുണ്ട്, ഇങ്ങനെ സോങ്ങിൽ ഏത് കരയുന്ന ഒരു സംഭവം ഇല്ലേ? തേങ്ങൽ 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 ഇപ്പൊ മനസ്സിലായി. അപ്പൊ അത് ഇട്ടിട്ടില്ല ഓൾറെഡി. ഇട്ടിട്ടുണ്ട്. തേങ്ങൽ ഇട്ടായിരുന്നോ? കേൾക്കാത്തോണ്ടാണ്. നിങ്ങളുടെ കുഴപ്പമാണ്, നമ്മുടെ ഓക്കെ എൻ്റെ പ്രശ്നമല്ല. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, തേങ്ങൽ കേട്ടില്ലെങ്കിലും മൊത്തത്തിലുള്ള ആ ഒരു അതാണ് തേങ്ങൽ നീ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ? തേങ്ങൽ ഞാൻ കേട്ടില്ലല്ലോ എന്നാണോ പാടിയേ? അപ്പൊ അങ്ങനെ എനിക്കും എന്താ വേറെ ലെവലാണ് കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്, വേറെ ലെവലാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. റിയലി നോട്ട് ദ പോയിന്റ്. എന്തായാലും ഒത്തിരി സന്തോഷം മോളെ, അടിപൊളിയായിട്ട് പാടി കേട്ടോ. ലാസ്റ്റ് വരുമ്പോൾ എന്തിനാണ് പേടി? സാധാരണ എല്ലാവർക്കും തുടക്കത്തിലാണ് ഒരു ഭയം. ഇത് പാടി കഴിയുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? ചേഞ്ച് ആയിക്കോട്ടെ നമ്മൾ വിചാരിച്ചു. വേണ്ട കേട്ടോ, ആ ഒരു കോൺഫിഡൻസ് അങ്ങനെ പോട്ടെ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്.